ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വരുന്നില്ല, നമ്മുടെ ഇന്നത്തെ അല്ലെങ്കിൽ നാളത്തെ ഗൈഡൻസ് ആണ്. ഓക്കെ, നമുക്ക് നോക്കാം ഇന്നത്തേക്ക് അല്ലെങ്കിൽ നാളത്തേക്ക് നിങ്ങൾ എപ്പോൾ കാണുന്നോ അന്നോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസമോ എന്താണ് സ്പിരിറ്റ് ഗൈഡ്സിൻ്റെ ഗൈഡൻസ് എന്ന് നോക്കാം. താങ്ക് യു സ്പിരിറ്റ്, താങ്ക് യു വെരി മച്ച്. ഓക്കെ, ദ മൈക്കൽ സ്പിരിറ്റ് ഇന്നോ അല്ലെങ്കിൽ നാളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും റെലവൻ്റ് ആയിട്ടുള്ള ഗൈഡൻസാണ് സ്പിരിറ്റ് വേണ്ടത്. ഓക്കെ, ഓൾ റൈറ്റ്, നമുക്ക് നോക്കാം എന്താ വരുന്നതെന്ന്. ഫസ്റ്റ് കാർഡ് സ്ട്രാറ്റജി. ഓക്കെ, പേഷ്യൻസ്, adjacent possibilities and door to personal healing. Okay, and മിറർ ആൻഡ് ദ മജീഷ്യൻ. വാവ്, സൂപ്പർ, അടിപൊളി കാർഡ്സ്. കാര്യം എനിക്ക് കാർഡ്സ് എല്ലാം ഏറ്റവും ഇഷ്ടം ഡോർ ടു പേഴ്സണൽ ഹീലിങ്ങിൻ്റെ കാർഡ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. കാരണം ഈ പറഞ്ഞ പോലെ പേഴ്സണൽ ഹീലിങ്ങിൻ്റെ എനർജി എന്ന് പറയുന്നത് എന്താ പറയുക, എല്ലാവരും ഓരോരോ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സിറ്റുവേഷനിലൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ ഒരുപാട് ഇമോഷണൽ ആവുകയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ വിചാരിക്കില്ലേ ഈശ്വര ഇങ്ങനത്തെ സിറ്റുവേഷൻ റിപ്പീറ്റ് ചെയ്ത് വരല്ലെന്ന് വിചാരിച്ചിട്ടായിരിക്കും നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ വോക്ക് അവേ ചെയ്യുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ അത് ഹീൽ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആ ഒരു പേഴ്സണൽ ഹീലിംഗ് അല്ലെങ്കിൽ ഹാപ്പിനെസ്, നിങ്ങളുടെ ലൈഫിലെ ഒരു ഹീലിംഗ് എനർജി, എനിക്കിവിടെ ഈസ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ ഡിവൈൻ സ്പിരിറ്റ് ഗൈഡ്സ് നിങ്ങൾക്ക് ആ ഒരു ഗൈഡൻസ് അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക, നമുക്ക് പറയില്ല, നമ്മുടെ മനസ്സിനൊരു സമാധാനം അതങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതായിരിക്കും. പിന്നെ ചില ആൾക്കാർക്ക് ഇവിടെ ഒരു ഗൈഡൻസ് എന്ന് വെച്ചാൽ ജേർണലിംഗ്. ഓക്കെ, നിങ്ങൾ ജേർണലിങ്ങിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്, പലയിടത്തും കേൾക്കുന്നുണ്ട്, ലൈക്ക് ജേർണലിങ് ചെയ്യണം എന്നൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ചെയ്യുക. ചിലർക്ക് ഇവിടെ ഗ്രാറ്റിറ്റ്യൂഡ് ലിസ്റ്റ്, നിങ്ങളിതുവരെ ചെയ്ത് തുടങ്ങിയിട്ടില്ല, ഗ്രാറ്റിറ്റ്യൂഡ് ലിസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ചെയ്യുക. കാരണം ഇവിടെ പേഷ്യൻസിൻ്റെ കാർഡ് വരുമ്പോഴേ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ലൈഫിൽ പല സിറ്റുവേഷൻസ് വരുമ്പോഴും നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ പേഷ്യൻസിൻ്റെ കാർഡിൽ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡ് എന്ന് പറഞ്ഞാൽ ഡിവൈൻ ടൈമിംഗ് ആണ്. നമ്മുടെ ലൈഫിൽ എന്ത് സംഭവം നടക്കണമെങ്കിലും, അതിപ്പോൾ ഒരു മാരേജ് ആവട്ടെ, ഈ പറഞ്ഞ പോലെ റിലേഷൻഷിപ്പ് ആവട്ടെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ജോബ് ആവട്ടെ, ഒരു വീടാവട്ടെ, എന്ത് സാധനത്തിനും നമുക്കൊരു ഡിവൈൻ ടൈമിംഗ് ഉണ്ട്. ഓക്കെ, അപ്പം ഈ ഡിവൈൻ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുമ്പം പെട്ടെന്ന് വരണം എന്നില്ല. ചില ആൾക്കാർക്ക് അങ്ങനെയല്ല, ചില ആൾക്കാർക്ക് നമ്മൾ വിചാരിക്കുന്നതിന് മുന്നേ തന്നെ കാര്യങ്ങൾ നടക്കും. ചില ആൾക്കാർക്ക് പേഷ്യൻസ്, അത് നമുക്കൊരു ലേണിംഗ് അല്ലെങ്കിൽ ഒരു ലെസണാണ് പേഷ്യൻസ് നമ്മൾ കീപ്പ് ചെയ്യുക എന്ന് പറയുന്നത്. ഡെഫിനറ്റ്ലി ചില ആൾക്കാർക്ക് ആ ഒരു പേഷ്യൻസ് എനർജി, ഇപ്പം ഞാനിത് പറയുമ്പോൾ പലർക്കും ഒരു ഫ്രസ്ട്രേഷൻ തോന്നാം, ലൈക്ക് കുറേ നാളുകൊണ്ട് ഞാനിങ്ങനെ സമാധാനത്തോടെ വെയിറ്റ് ചെയ്തിരിക്കുകയല്ലേ, ഇതുവരെ ഒന്നും നടന്നിട്ടില്ലല്ലോ എന്ന്. പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഡിവൈൻ അല്ലെങ്കിൽ നമ്മൾ സ്പിരിറ്റ് ഗൈഡ്സിനോട് എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഒറ്റയടിക്ക് എടുത്ത് ഇങ്ങനെ തരാൻ പറ്റിയെന്ന് ആയിരിക്കണം എന്നില്ല. ചിലപ്പോൾ നമ്മളൊരു പർട്ടിക്കുലർ ജോബ് ചോദിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റിയ കൊളീഗ്സ്, നമ്മൾ ആഗ്രഹിക്കുന്ന പോലത്തെ സാലറി, നമ്മൾ ആഗ്രഹിക്കുന്ന പോലത്തെ സ്ഥലം, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പോലത്തെ സിറ്റുവേഷൻ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും സ്പിരിറ്റ് നമുക്ക് അറേഞ്ച് ചെയ്ത് തരും. ചുമ്മാ ഒരു ജോബ് എന്ന് പറയുമ്പോൾ ആ ജോബ് എടുത്ത് ഇങ്ങനെ തരുകയല്ല ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടുന്ന എല്ലാ അറേഞ്ച്മെൻറ്റ്സ്, ഒരു വീട് ചോദിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ നമ്മൾ ചോദിച്ചെന്നാലും ഈ പറഞ്ഞ പോലെ സ്പിരിറ്റ് ഗൈഡ്സ് നമുക്ക് വേണ്ടുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അറേഞ്ച് ചെയ്ത് തരും. ഓക്കെ, ചിലപ്പം ഡിലേസ് ഉണ്ടാവും. ഓഫ് കോഴ്സ് ചിലർക്ക് ഈ പറഞ്ഞ പോലെ ഇന്നോ നാളെയൊക്കെ തന്നെ നിങ്ങളുടെ എന്തെങ്കിലും മാനിഫെസ്റ്റേഷൻ നിങ്ങളുടെ റിയാലിറ്റി വരുന്നതായിട്ട് കാണും. ഓക്കെ, പിന്നെ ഗോഡ്സ് ഓഫ് ദ മൂൺ, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ഇന്നും നാളെയൊക്കെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വളരെ ഓൺ പോയിൻ്റ് ആയിരിക്കും. ട്രസ്റ്റ് ചെയ്യണം. കാരണം ഈ പറഞ്ഞ പോലെ ഒരു ഭയങ്കര മൈനറായിട്ടുള്ള വോയിസാണ് ഇൻറ്റ്യൂഷൻ. അപ്പം അത് ട്രസ്റ്റ് ചെയ്യുക. പലതും ചില ആൾക്കാരെ കുറിച്ച് നിങ്ങൾക്ക് പെട്ടെന്ന് കാണുമ്പം വേണ്ട, ട്രസ്റ്റ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ അവരിങ്ങനെയുള്ള ഇൻറ്റൻഷനുള്ള ആൾക്കാരാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അവിടെ വെച്ചൊന്ന് ബ്രേക്ക് ചെയ്യുക, ഒന്ന് പോസ് ചെയ്യുക, പ്രശ്നമില്ല. ഓക്കെ, ചില ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ ഓപ്പർച്യൂണിറ്റീസ്, ഓക്കെ, അഡ്ജസ്റ്റ് പോസിബിലിറ്റിയുടെ കാർഡിൽ എനിക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്, പല ഡോർസ് ഓപ്പൺ ആവുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലർക്ക് ഈ ഒരു ഗൈഡൻസ് ഉണ്ട്, ലൈക്ക് ഇവിടെ 24 എന്ന് എഴുതുക. ഓക്കെ, എനിക്കിവിടെ 24 നമ്പർ എനിക്ക് ഭയങ്കര ഹൈലൈറ്റ് ആയിട്ട് വീനസിൻ്റെ ഇവിടെ ഈ ഭാഗത്ത്, ഓക്കെ, 24 എന്ന് എഴുതുക. ബ്ലൂ കളർ പെന്നിട്ട് എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ എഴുന്നേറ്റ് നിങ്ങളുടെ എല്ലാം റെഡിയായി, ഭയങ്കര വലുതായിട്ടല്ല, ഭയങ്കര കുഞ്ഞതായിട്ട് 24 എൻ്റെ കയ്യിൽ ഇപ്പോൾ ആസപ്നോ പേരയില്ല, ഞാൻ കാണിച്ചു തരായിരുന്നു. 24 എഴുതുക. ഒരു ലക്കി ഫാക്ടർ അല്ലെങ്കിൽ ലക്ക് ഫാക്ടർ നമ്മുടെ ഓപ്പൺ അപ്പ് ആക്കുന്ന ഒരു നമ്പറാണ് ഈ 24 എന്ന് പറയുന്നത്. അപ്പം പറ്റുവാണെങ്കിൽ അത് എഴുതുക. ഓക്കെ, ഓൾറൈറ്റ്, ഇന്ന് നാളെ നിങ്ങളുടെ സൂപ്പർവായിരിക്കട്ടെ. ഒരുപാട് സന്തോഷം കണക്ട് ചെയ്തതിൽ. മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു സോ മച്ച് ഫോർ കണക്ടിങ്. ലോട്ട്സ് ഓഫ് ലവ് ആൻഡ് ലൈറ്റ്. ടേക്ക് കെയർ. ബൈ.